മലപ്പുറം തിരൂരിൽ പോലീസ് ചമഞ്ഞെത്തിയ യുവതിയെ പീഡിപ്പിച്ച യുവാവിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വാക്കാട് സ്വദേശി ഹമീദിനെയാണ് ബന്ധുക്കളുടെ കൂടെ ബീച്ച് കാണാനെത്തിയ യുവതിയെ പീഡിപ്പിച്ചത്. കാണാം ആദ്യ റിപ്പോർട്ട്. കുട്ടികൾക്കും ബന്ധുവിനുമൊപ്പം വാക്കാട് ബീച്ചിൽ കടൽ കാണാനെത്തിയ യുവതിയാണ് പീഡനത്തിനിരയായത്. ബന്ധുവിനെയും കുട്ടികളെയും ഭീഷണിപ്പെടുത്തിയായിരുന്നു പീഡനം. ബന്ധുവിന്റെയും യുവതിയുടെയും മൊബൈൽ ഫോണുകൾ പ്രതിയായ ഹമീദ് പിടിച്ചെടുത്ത ശേഷം ആളൊഴിഞ്ഞ ഭാഗത്തെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. യുവതിയുടെ ഫോണിൽ നിന്ന് പ്രതി തന്റെ ഫോണിലേക്ക് നമ്പർ തിരിച്ചറിയാനായി വിളിച്ചിരുന്നു. ഇതാണ് പ്രതിയെ പിടികൂടാൻ സഹായിച്ചത്. മത്സ്യത്തൊഴിലാളിയാണ് പിടിയിലായ ഹമീദ്. തിരൂർ സിഐയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. യുവതിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. പ്രതിയെ പൊന്നാനി മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ഇന്ത്യക്കാരനായ IS ഭീകരൻ സിറിയയിൽ കൊല്ലപ്പെട്ടു. കർണാടക സ്വദേശിയായ മുഹമ്മദ് ഷാഫി അമറാണ് അമേരിക്കൻ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇന്ത്യയിൽ നിന്ന് നിരവധി പേരെ ISലേക്ക് റിക്രൂട്ട് ചെയ്തത് ഇയാളുടെ നേതൃത്വത്തിലായിരുന്നു. കർണാടകയിലെ ഭട്കൽ സ്വദേശിയായ മുഹമ്മദ് ഷാഫി അമർ ആണ് സിറിയയിലെ അമേരിക്കൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അമേരിക്കയുടെ ഡോൺ ആക്രമണത്തിലാണ് ഷാഫി അമറിന്റെ മരണം. യൂസഫ് എന്ന പേരിലും അറിയപ്പെട്ടിരുന്ന ഇയാൾ IS തലവൻ അബൂബക്കർ അൽ ബാഗ്ദാദിയുടെ വിശ്വസ്തനുമായിരുന്നു. ഇന്ത്യയിൽ നിന്ന് 30ഓളം പേരെ ഇയാൾ ISലേക്ക് റിക്രൂട്ട് ചെയ്തതായി സൂചനയുണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ISന്റെ യൂണിറ്റുകൾ സ്ഥാപിക്കാൻ ഇവർ പദ്ധതിയിട്ടിരുന്നതായി രഹസ്യാന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ആ നിലയ്ക്ക് ഇയാളുടെ അപ്രതീക്ഷിത മരണം ISന്റെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾക്ക് താൽക്കാലികമായെങ്കിലും വിഘാതമാകുമെന്നാണ് വിലയിരുത്തൽ. ഇയാളുടെ സഹോദരൻ സുൽത്താൻ അമറായിരുന്നു നേരത്തെ ഇന്ത്യയിലെ ISന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നത്. സുൽത്താൻ അമറും കഴിഞ്ഞ വർഷം അമേരിക്കൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഷാഫി അമറിന്റെ നേതൃത്വത്തിൽ ജുനൂദ് അൽ ഖലീഫ ഹിന്ദ് എന്ന പേരിൽ ഒരു ഭീകര ഗ്രൂപ്പ് ഇന്ത്യയിൽ രൂപീകരിച്ചിരുന്നതായും രഹസ്യാന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. ഹെൽമറ്റ് ഇല്ലാതെ ഓടിച്ച ബൈക്കിന്റെ പിറകിൽ യാത്ര ചെയ്ത ആഭ്യന്തരമന്ത്രിയുടെ നടപടി വിവാദത്തിൽ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയാണ് രമേശ് ചെന്നിത്തല ബൈക്കിന്റെ പിറകിൽ യാത്ര ചെയ്തത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ കേസെടുക്കേണ്ടത് പോലീസല്ല മോട്ടോർ വാഹന വകുപ്പാണെന്ന് പറഞ്ഞ് DGP സെൻകുമാർ കൈയൊഴിഞ്ഞു. ആഭ്യന്തരമന്ത്രിയും ഹരിപ്പാട് UDF സ്ഥാനാർത്ഥിയുമായ രമേശ് ചെന്നിത്തലയുടെ നിയമലംഘനമാണ് വിവാദമായിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഇദ്ദേഹം ഇരുചക്രവാഹനത്തിൽ ഹെൽമറ്റ് ധരിക്കാതെ യാത്ര ചെയ്തതും ഹെൽമറ്റ് ധരിക്കാതെ നിയമം ലംഘിച്ച് ബൈക്ക് യാത്ര ചെയ്ത വ്യക്തിയുടെ പിറകിലിരുന്നതുമാണ് വിവാദമായിരിക്കുന്നത്. നിയമലംഘനം നടത്തുന്ന ആഭ്യന്തരമന്ത്രിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും പ്രതിഷേധമുയരുന്നത്. എന്നാൽ ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടത് ഗതാഗത വകുപ്പ് മേധാവി ടോമിൻ ജെ തച്ചങ്കരിയാണെന്നാണ് DGP സെൻകുമാർ പറയുന്നത്. മാത്രമല്ല, ആഭ്യന്തരമന്ത്രിയുടെ നിയമലംഘനത്തെ ന്യായീകരിക്കുക കൂടിയാണ് DGP ചെയ്യുന്നത്. വീഡിയോ ഉണ്ടെങ്കിലും പലപ്പോഴും ആക്ഷൻ എടുക്കാറില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും 100-200-300 പേരുള്ള ആൾക്കാരുടെ അടുത്തായിരിക്കും പോലീസ് പലപ്പോഴും ഇന്നലെ വീഡിയോ എടുത്ത് പിടിച്ചിട്ടുണ്ട്. അത് ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. അതെ അല്ല, അപ്പൊ ഈ സംഭവം സാറിന്റെ ശ്രദ്ധപ്പെട്ടായിരുന്നോ? ഈ സംഭവം എന്റെ പെട്ടിട്ടില്ല. അപ്പൊ ഇത് നിങ്ങൾക്ക് നേരെ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കാം. അതല്ല, സാറിന്റെ ശ്രദ്ധയാകുമ്പോഴത്തേ സാറാണല്ലോ ഇപ്പം DGP, അതുകൊണ്ടാണ് ഞാൻ സാറിനെ വിളിച്ചിങ്ങനെ സംഭവം പറഞ്ഞത്. അല്ല, ഇത് തച്ചങ്കേരിയാണ് ഇതിന്റെ മെയിൻ ആള് കേട്ടത്. അവിടെ ഈ ട്രാൻസ്പോർട്ട് കമ്മീഷണർ തച്ചങ്കേരിയാണ്. അവരാണ് റോഡുകളിലും ഇടവഴികളിൽ പോലും ഹെൽമറ്റ് വേട്ടയ്ക്കായി പോലീസ് ഉദ്യോഗസ്ഥരെ നിർബന്ധിച്ചയക്കുന്ന DGP തന്നെയാണ് ആഭ്യന്തരമന്ത്രിയുടെ നിയമലംഘനത്തെ ന്യായീകരിക്കുന്നതും. ഇതിനെതിരെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ തന്നെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. സന്തോഷ് മാധവന് ഭൂമി ദാനം ചെയ്ത കേസിൽ വിജിലൻസിന്റെ ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി സ്വീകരിച്ചില്ല. അജണ്ടയിലില്ലാത്ത വിഷയം മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വന്നതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് കോടതി ആരാഞ്ഞു. ഭൂമിദാന കേസിൽ മന്ത്രി അടൂർ പ്രകാശിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള വിജിലൻസിന്റെ ത്വരിത പരിശോധനാ റിപ്പോർട്ട് പരിഗണിക്കവെയാണ് ഇടപാടിൽ വ്യവസായ മന്ത്രിയുടെ പങ്ക് സംബന്ധിച്ച് കോടതി സംശയം പ്രകടിപ്പിച്ചത്. ഇടപാടിൽ വ്യവസായ മന്ത്രിയുടെ ഇടപെടലിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നോ എന്ന് കോടതി ആരാഞ്ഞു. മന്ത്രിസഭായോഗത്തിന്റെ അജണ്ടയിലില്ലാതിരുന്ന കാര്യം എന്തുകൊണ്ടാണ് വ്യവസായ മന്ത്രി ഔട്ട് ഓഫ് അജണ്ടയായി ഉന്നയിച്ചത്? തണ്ണീർത്തടമാണെന്ന് ചൂണ്ടിക്കാട്ടി ഭൂമിദാനത്തിനുള്ള അപേക്ഷ മുൻപ് സർട്ടിഫിക്കേഷൻ കമ്മിറ്റി നിരസിച്ചിരുന്നു. എന്നാൽ ഇത് മറികടന്ന് എങ്ങനെ മന്ത്രിസഭായോഗം ഭൂമിദാനത്തിന് അനുമതി നൽകിയെന്ന് കോടതി ആരാഞ്ഞു. ഇക്കാര്യത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇക്കാര്യം അന്വേഷിച്ചില്ലെന്നും കോടതി ചോദിച്ചു. അടുത്ത മാസം 2-ന് കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇക്കാര്യങ്ങളിൽ വിശദീകരണം നൽകണമെന്നും മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ജഡ്ജി P. മാധവൻ ഉത്തരവിട്ടു. നിയമകാര്യ ലേഖകൻ PP താജുദ്ദീനൊപ്പം സാലി മുഹമ്മദ്, കൊച്ചി.
ബാർ നർത്തകിമാർ ഉപജീവനത്തിനായി തെരുവിൽ ഭിക്ഷയെടുക്കുന്നതിലും മറ്റ് അസ്വീകാര്യമായ മാർഗത്തിലേക്ക് തിരിയുന്നതിലും ഭേദം ഹോട്ടലിൽ നൃത്തം ചെയ്യുന്നത് തന്നെയെന്ന് സുപ്രീം കോടതി. മഹാരാഷ്ട്രയിൽ ഡാൻസ് ബാർ ലൈസൻസ് ഉപാധികളോടെ പുനഃസ്ഥാപിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. ജീവിക്കാനായി സ്ത്രീകൾ തെരുവിൽ ഭിക്ഷയെടുക്കുന്നതിലും അസ്വീകാര്യമായ മറ്റ് പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതിലും നല്ലത് ബാറുകളിൽ നൃത്തം ചെയ്യുന്നതാണെന്ന് സുപ്രീം കോടതി വിലയിരുത്തി. മുംബൈയിലെ ഡാൻസ് ബാറുകൾ സംബന്ധിച്ച ഹർജിയിൽ വാദം കേൾക്കവെയാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. നൃത്തത്തെ ഒരു കലയായാണ് കാണുന്നതെന്ന് പറഞ്ഞ കോടതി ആളുകളുടെ മനസ്ഥിതി മാറ്റാൻ സാധിക്കില്ലെന്നും സൂചിപ്പിച്ചു. ഇത് 2016 നൃത്തമെന്നത് ഒരു തൊഴിലാണ്. എന്നാൽ അത് അശ്ലീലമായാൽ നിയമപരമായ പരിശുദ്ധിയും ഇല്ലാതാകും. ഡാൻസ് ബാറിൽ നിന്ന് സ്ത്രീകൾ വരുമാനമുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഭരണഘടനാപരമായ അവകാശമാണെന്ന് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ഡാൻസ് ബാർ തൊഴിലാളികളുടെ പോലീസ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കി ഒരാഴ്ചയ്ക്കകം ലൈസൻസ് നൽകണമെന്നും കോടതി മഹാരാഷ്ട്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. 2005 വനിതകളുടെ നൃത്തം സംഘടിപ്പിക്കുന്നതിനുള്ള 100ഓളം ബാറുകളുടെയും ഹോട്ടലുകളുടെയും ലൈസൻസ് മഹാരാഷ്ട്ര സർക്കാർ റദ്ദു ചെയ്തിരുന്നു. എന്നാൽ നിരവധി അപ്പീലുകൾ സമർപ്പിക്കപ്പെട്ടതിനെ തുടർന്ന് മാർച്ച് 15 മുതൽ ഉപാധികളുടെ അടിസ്ഥാനത്തിൽ ലൈസൻസ് പുനഃസ്ഥാപിക്കാൻ കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ജീവിതമാർഗം നഷ്ടപ്പെട്ടുവെന്നും വരുമാനം ഇല്ലാതായെന്നും ബാറുടമകൾ കോടതിയെ അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് കോടതിയുടെ നിരീക്ഷണം. ന്യൂസ് ഡെസ്ക്. പാലക്കാട് നടുപ്പുണ്ണി ചെക്ക് പോസ്റ്റിൽ 2 കോടിയോളം വില വരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ എക്സൈസ് ഇന്റലിജൻസ് പിടികൂടി. ലോറിയിൽ കേരളത്തിലേക്ക് നിരോധിത ഉൽപ്പന്നങ്ങൾ കടത്തിയ സംഭവത്തിൽ 3 ഒറ്റപ്പാലം സ്വദേശികളെ കസ്റ്റഡിയിലെടുത്തു. എക്സൈസ് ഇന്റലിജൻസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. ഒറ്റപ്പാലം സ്വദേശികളായ ഹമീദ്, ബാബു, ഡിബിൻ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ചകിരിച്ചോറ് എന്ന വ്യാജേന ചാക്കിൽ നിറച്ചു കൊണ്ടുവരികയായിരുന്നു പുകയില ഉൽപ്പന്നങ്ങൾ. 100 ചാക്കുകളിലായാണ് ഇവ കടത്താൻ ശ്രമിച്ചത്. പേരുടെ മരണത്തിനിടയാക്കിയ 2006 മാലേഗാവ് ബോംബ് സ്ഫോടനത്തിലെ 9-ൽ 8 പ്രതികളെയും മുംബൈ പ്രത്യേക കോടതി വെറുതെ വിട്ടു. ഒരാൾ നേരത്തെ മരണമടഞ്ഞിരുന്നു. 6 പേർ ഇപ്പോൾ ജാമ്യത്തിലാണ്. 2 പേർ 2011 ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ജയിലിലാണ്. റിപ്പോർട്ടിൽ 2006 മാലേഗാവ് ബോംബ് സ്ഫോടനത്തിലെ 9-ൽ 8 പ്രതികളെയും മുംബൈ പ്രത്യേക കോടതിയാണ് വെറുതെ വിട്ടത്. സൽമാൻ ഭാസി, ഷബീർ അഹമ്മദ്, നൂറുൽ ഹുസാദോഹ, ഈസ് അഹമ്മദ്, മുഹമ്മദ് അലി, ആസിഫ് ഖാൻ, ജാവേദ് ഷൈഖ്, ഫാറൂഖ് അൻസാരി, അക്ബർ അഹമ്മദ് എന്നിവരെയാണ് കുറ്റവിമുക്തരാക്കിയത്. 2015 മാർച്ചിൽ നടന്ന വാഹനാപകടത്തിൽ ഷബീർ മരിച്ചിരുന്നു. നിരോധിത സിമി പ്രവർത്തകരായ ഇവർ പാക് ഭീകര സംഘടന ലഷ്കർ തൊയ്ബയുടെ സഹായത്തോടെ 2006 സെപ്റ്റംബർ 8 സ്ഫോടനം നടത്തിയെന്നാണ് കേസ്. മാലേഗാവിലെ ഷാഖ് എബാഗ് പള്ളിക്ക് സമീപമാണ് സ്ഫോടനമുണ്ടായത്. മഹാരാഷ്ട്ര തീവ്രവാദ വിരുദ്ധ സ്ക്വാഡാണ് ഈ കേസ് ആദ്യം അന്വേഷിച്ചത്. പിന്നീട് അന്വേഷണം NIAക്ക് കൈമാറി. ിലെ മാലേഗാവ് സ്ഫോടനത്തിൽ പങ്കുള്ള അഭിനവ് ഭാരത് എന്ന തീവ്ര ഹിന്ദു സംഘടന 2006 മാലേഗാവ് സ്ഫോടനത്തിലും പങ്കെടുത്തുവെന്ന് NIA കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ സിമി പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ വിചാരണ ഘട്ടത്തിൽ NIA എതിർത്തില്ല. 2008 സംജോത എക്സ്പ്രസ് സ്ഫോടനത്തിലെ മുഖ്യപ്രതി സ്വാമി അസീമാനന്ദയുടെ വെളിപ്പെടുത്തലോടെയാണ് ഈ കേസിൽ വഴിത്തിരിവുണ്ടായത്. 2 മാലേഗാവ് സ്ഫോടനങ്ങളിലും ഹിന്ദു സംഘടനയ്ക്ക് പങ്കുണ്ടെന്നായിരുന്നു അസീമാനന്ദയുടെ വെളിപ്പെടുത്തൽ. അസീമാനന്ദ പിന്നീട് മൊഴി മാറ്റി പറഞ്ഞതും കേസിൽ ശ്രദ്ധേയമായി. അതേസമയം വിചാരണയുടെ അവസാന ഘട്ടത്തിൽ സിമി പ്രവർത്തകനെ കുറ്റവിമുക്തരാക്കുന്നത് NIA എതിർത്തെങ്കിലും ജഡ്ജി VV പാട്ടീൽ സ്വീകരിച്ചില്ല. NIAയുടെ തുടരന്വേഷണത്തിൽ കണ്ടെത്തിയ തെളിവുകളും ATSഉം CBIയും നേരത്തെ കണ്ടെത്തിയ തെളിവുകളും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ലെന്നാണ് കോടതി വിലയിരുത്തിയത്. ATSഉം CBIയും സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിനെ പിന്തുണയ്ക്കുന്ന രീതിയല്ല NIAയുടെ കണ്ടെത്തലെന്നും കോടതി വിലയിരുത്തി. ന്യൂസ് ഡെസ്ക്. കോന്നി പെൺകുട്ടികളുടെ ദുരൂഹ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് അവസാനിപ്പിക്കുന്നു. +2 പരീക്ഷയിൽ തോൽക്കുമെന്ന ഭയത്താൽ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന അന്തിമ അന്വേഷണ റിപ്പോർട്ട് ഉടൻ കോടതിയിൽ സമർപ്പിക്കും. അതേസമയം CBI കേസ് അന്വേഷിച്ചാൽ മാത്രമേ സത്യം പുറത്തുവരൂവെന്ന പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കുട്ടികളുടെ ബന്ധുക്കൾ. കോന്നി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളായിരുന്ന ആതിരയും ആര്യയും രാജിയും ട്രെയിനിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത് 9 മാസം പിന്നിടുന്ന ഘട്ടത്തിലാണ് ഇവരുടെ ദുരൂഹ മരണത്തിന് പിന്നിൽ ബാഹ്യശക്തികളുടെ ഇടപെടലില്ലെന്ന് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. +2 പരീക്ഷയിൽ തോൽക്കുമെന്ന ഭയത്താൽ ഇവർ വീട് വിട്ടിറങ്ങുകയും ആത്മഹത്യ ചെയ്തുവെന്നുമാണ് റിപ്പോർട്ട്.
ആത്മഹത്യാ സൂചന നൽകുന്ന വാട്സപ്പ്, ഫേസ്ബുക്ക് സന്ദേശങ്ങളും ഇതിന് തെളിവായി പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. CBI അന്വേഷണം ആവശ്യപ്പെട്ട പെൺകുട്ടികളുടെ ബന്ധുക്കൾ സമർപ്പിച്ച ഹർജി പരിഗണിച്ച കോടതി കേസിന്റെ അന്തിമ അന്വേഷണ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം CBI കേസ് ഏറ്റെടുത്താൽ മാത്രമേ യഥാർത്ഥ മരണകാരണം പുറത്തുവരൂവെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പെൺകുട്ടികളുടെ ബന്ധുക്കൾ. നമുക്ക് പോലീസ് അന്വേഷണം, അതായത് കോടതിയിൽ നിന്ന് കിട്ടിയ പേപ്പറുകൾ അനുസരിച്ച് പോലീസ് അന്വേഷണം കുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലുള്ളതാണ്. അത് നമുക്കത്ര സ്വീകാര്യമല്ല. നമുക്ക് CBI അന്വേഷണം അല്ലെങ്കിൽ അതിൻ്റെ മേളിലോട്ടുള്ള ഏതെങ്കിലും കോടതി സമീപിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാനാണ് നമ്മുടെ പ്ലാൻ. അന്വേഷണ റിപ്പോർട്ട് ആത്മഹത്യയാണെന്ന് കാണിച്ച് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോഴും ചില ചോദ്യങ്ങൾ ഉത്തരം കിട്ടാതെ അലയുന്നുണ്ട്. പരീക്ഷയിൽ തോൽക്കുമെന്ന ഭയത്താൽ ആത്മഹത്യ ചെയ്തെന്ന് പോലീസ് പറയുന്ന പെൺകുട്ടികൾ വീട് വിട്ടിറങ്ങി 3 ദിവസം എന്തിന് കാത്തിരുന്നു എന്നത് ഒന്നാമത്തെ ചോദ്യമാണ്. എന്തിനാണ് 2 തവണ ഇവർ ബാംഗ്ലൂരിൽ പോയത് എന്ന് രണ്ടാമത്തെ ചോദ്യം. ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങളാണ് ഇവിടെ ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. മദ്യലഹരിയിൽ നഗരത്തിൽ ഗുണ്ടായിസം കാണിച്ച ഇന്ത്യൻ വംശജയായ ഡോക്ടറുടെ ജോലി പോയി. ലേഡി ഡോക്ടറുടെ ഗുണ്ടായിസ വീഡിയോ കണ്ടത് 73 ലക്ഷം പേരാണ്. യൂബർ ടാക്സി ഡ്രൈവറെ കയ്യേറ്റം ചെയ്ത ഡോക്ടർ അഞ്ജലിയെയാണ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത്. കാഴ്ചയിലേക്ക്. ഇന്ത്യൻ വംശജയായ ഡോക്ടർ രാംകി സൂണിനെയാണ് ആശുപത്രി അധികൃതർ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത്. US-ലെ മയാമി ആശുപത്രിയിൽ ന്യൂറോളജി ഡയറക്ടറാണിവർ. കഴിഞ്ഞ ജനുവരി 19-നായിരുന്നു മദ്യലഹരിയിൽ അഞ്ജലി ടാക്സി ഡ്രൈവറെ മർദ്ദിച്ചത്. ഡ്രൈവറെ മർദ്ദിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ആശുപത്രി അധികൃതർ നടപടി സ്വീകരിക്കുകയായിരുന്നു. മദ്യപിച്ചെത്തിയതിനെ തുടർന്ന് വീട്ടിലെത്തിക്കാൻ ഡ്രൈവർ വിസമ്മതിച്ചതാണ് അഞ്ജലിയെ പ്രകോപിപ്പിച്ചത്. തുടർന്ന് ഇവർ ഡ്രൈവറെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു. ഡ്രൈവർക്ക് നേരെ അടിക്കാൻ കൈയുയർത്തുന്നതും ഡ്രൈവർ യുവതിയെ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതുമെല്ലാം വീഡിയോയിൽ വ്യക്തമായി കാണാം. യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത് നിമിഷങ്ങൾക്കകം ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ വീഡിയോ കണ്ടത്. ലഹരി വിട്ട ശേഷം ഇവർ ഡ്രൈവറോട് മാപ്പ് ചോദിക്കുകയും ചെയ്തിരുന്നു. ഡ്രൈവർ പരാതി നൽകിയിരുന്നില്ലെങ്കിലും യുവതിക്കെതിരെ ആശുപത്രി അധികൃതർ നടപടി സ്വീകരിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്. ട്രെയിനിൽ യാത്രക്കാരിക്ക് എലിയുടെ കടിയേറ്റ പരിക്ക്. തലശ്ശേരി സ്വദേശിനി ചാന്ദിനി ടീച്ചർക്കാണ് എലിയുടെ കടിയേറ്റത്. മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസിലെ 3 ടയർ AC കമ്പാർട്ട്മെന്റിലാണ് സംഭവം. റെയിൽവേ ആവശ്യമായ വൈദ്യസഹായം നൽകിയില്ലെന്നും പരാതിയുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. റിപ്പോർട്ടുമായി ഇന്ന് ഇവിടെ പറയുന്നു. നമസ്കാരം. എറണാകുളം നിസാമുദ്ദീൻ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസിലാണ് റെയിൽവേയുടെ കടുത്ത അനാസ്ഥ വ്യക്തമാകുന്ന സംഭവമുണ്ടായത്. കുടുംബത്തോടൊപ്പം തലശ്ശേരിയിൽ നിന്നും ദില്ലിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ചാന്ദിനി ടീച്ചർ. പുലർച്ചെ 4 മണിക്ക് ഝാൻസിക്കടുത്ത ലളിത്പൂരിൽ വച്ച് ലോവർ ബർത്തിൽ കിടന്നുറങ്ങിയായിരുന്ന ഇവർ മൂക്കിൽ എന്തോ കടിച്ച വേദനയിൽ ഞെട്ടി ഉണർന്നപ്പോൾ എലി. കോച്ചിലുണ്ടായിരുന്ന അറ്റൻഡറോട് പറഞ്ഞെങ്കിലും ഇത് സ്ഥിരം സംഭവമാണ് എന്നുള്ള രീതിയിലുള്ള പ്രതികരണം. മറ്റ് യാത്രക്കാർ ബഹളം വച്ചതിനെ തുടർന്നാണ് റെയിൽവേ അധികൃതർ ഡോക്ടറെ വിളിച്ചത്. പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ പണം ആവശ്യപ്പെട്ടെന്നും എലിയുടെ കടിയേറ്റ ചാന്ദിനി ടീച്ചർ പറഞ്ഞു. നന്നായിട്ട് ബ്ലഡ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കംപ്ലൈൻറ്റ് ചെയ്തു. പിന്നെ ഡോക്ടർ വന്നു. റെയിൽവേൻ്റെ ഡോക്ടർ ആയിരുന്നില്ല, പുറത്തുള്ള കംപ്ലൈൻറ്റ് വന്നു. പക്ഷേങ്കിൽ അവർ 300 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞു. നിരവധി യാത്രക്കാരുടെ ബാഗുകളും എലി കരണ്ട് നശിപ്പിച്ചതായി പിന്നീട് ശ്രദ്ധയിൽപ്പെട്ടു. കൊച്ചുകുട്ടികളെയും കൊണ്ട് യാത്ര ചെയ്യുന്നവർ എലിയെ പേടിച്ച് ഉറങ്ങാതെയാണ് പിന്നീട് യാത്ര പൂർത്തിയാക്കിയത്. മോഷണവും പിടിച്ചുപറിയും ദീർഘദൂര ട്രെയിനുകളിൽ നിത്യസംഭവമാണ്. ഇനിയിപ്പോൾ എലിയെ പേടിച്ചും ഉറങ്ങാതെ യാത്ര ചെയ്യേണ്ടി വരുമോ എന്നാണ് യാത്രക്കാരുടെ ചോദ്യം. റെയിൽവേ കോച്ചുകളും സ്റ്റേഷനുകളും ഹൈടെക് ആക്കുമെന്നാണ് കേന്ദ്ര സർക്കാരും റെയിൽവേ മന്ത്രിയും ആവർത്തിക്കുന്നത്. എന്നാൽ AC കമ്പാർട്ട്മെന്റിലെ യാത്ര പോലും സുരക്ഷിതമല്ല എന്നുള്ളത് യാത്രക്കാരുടെ അനുഭവം. ദില്ലിയിൽ നിന്നും M. സന്തോഷ്.